ഹലോ പ്രധാന പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രമേശ് നാരായണൻ മ്യൂസിക് ഡയറക്ടർ ആസിഫ് അലി എന്ന നടനെ അവഗണിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുരസ്കാരം സ്വീകരിച്ചത് വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തീരെ തൃപ്തികരമല്ലാതെയാണ് ആ ഒരു പുരസ്കാരം മേടിച്ചു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ഞാനും കണ്ടു. എനിക്കും തോന്നിയത് അതുപോലെയൊക്കെ തന്നെ കേട്ടോ. ശരിക്കും അത് രമേശ് നാരായണൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ശരിക്കും ആസിഫ് അലിയെ അവഗണിച്ച പോലെ തന്നെയാണ്. പിന്നീട് രമേശ് നാരായണൻ എന്ത് ന്യായം നിരത്തിയാലും ആ ഒരു വീഡിയോ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എവിടെ വെച്ച് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ MT വാസുദേവൻ നായരുടെ 9 കഥകൾ സിനിമയാക്കുന്നുണ്ട്, ഒരു ആന്തോളജി ആക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ പ്രശസ്തരായിട്ടുള്ള സംവിധായകരാണ് അതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്. പ്രിയദർശൻ, രഞ്ജിത്ത്, ശ്യാമപ്രസാദ്, സന്തോഷ് ശിവൻ, അതുപോലെയുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്. അഭിനയിച്ച ആൾക്കാരെങ്ങനെ അതിലും പ്രശസ്തരാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ജോ മേനോൻ, പാർവതി തിരുവോത്ത്, സുരഭി ലക്ഷ്മി, അതുപോലെയുള്ള ഒരുപാട് പ്രശസ്തരും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ടുള്ള നടന്മാരും സംവിധായകന്മാരൊക്കെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ആന്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഒരു സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുള്ള ജയരാജ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആന്തോളജിയാന്ന് തോന്നുന്നു. ആന്തോളജിയിൽ ഒരു ചിത്രം, ആ ആന്തോളജിയിൽ ഒരു ചിത്രം ജയരാജ് ഡയറക്റ്റ് ചെയ്തത്, അതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് രമേശ് നാരായണാണ്. അപ്പോൾ ഇത് ഈ ജൂലൈ 15 എന്ന് പറയുന്നത് MT വാസുദേവൻ നായരുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ബർത്ത്ഡേക്ക് ഇതിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ച് നടത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ വെച്ചത്. അപ്പോൾ ആ ഒരു ആന്തോളജിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കലാകാരന്മാരും വിളിച്ചു. അപ്പോൾ രമേശ് നാരായണനും അവിടെ ഉണ്ടായിരുന്നു. ആസിഫ് അലി അതിൽ ഒരു ചിത്രത്തിൽ അഭിനയിച്ചത് കൊണ്ട് ആസിഫ് അലിമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുരസ്കാരങ്ങൾ കൈമാറുന്നതിൽ ആസിഫ് അലിക്ക് പുരസ്കാരം കൊടുക്കേണ്ടി വന്നത് രമേശ് നാരായണനായിരുന്നു. ഈ രമേശ് നാരായണന് ഈ പുരസ്കാരം കൈമാറി വളരെയധികം പ്രസന്നവദനായി ചിരിച്ചുകൊണ്ടാണ്. ആസിഫ് അലിയുടെ ഒരു ക്യാരക്ടർ തന്നെയാണല്ലോ, എപ്പോഴും പുഞ്ചിരിച്ചാണ് അദ്ദേഹം സംസാരിക്കാറും. അതുപോലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ വളരെ നല്ലതായിട്ടാണ് നമ്മൾ മലയാളികൾക്കൊക്കെ തോന്നിയിരിക്കുന്നത്. ഇന്നുവരെ ഒരു വിമർശനത്തിനും ഇട നൽകാത്ത ഒരു നടനാണ് അദ്ദേഹം. അതുപോലെ രമേശ് നാരായണൻ എന്ന് പറഞ്ഞാൽ അയാളുടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരുപാട് നല്ല പാട്ടുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം രമേശ് നാരായണൻ ചെയ്ത ഒരു കാര്യം വളരെയധികം വിമർശനത്തിന് ഇടയായിരിക്കുകയാണ്. കാരണം ആസിഫ് അലിയിൽ നിന്ന് ഈ ഒരു പുരസ്കാരം മേടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത്, ആസിഫ് അലിയുടെ മുഖത്ത് പോലും ഈ രമേശ് നാരായണൻ നോക്കുന്നില്ല, ഒന്ന് ചിരിക്കുന്ന പോലുമില്ല. നമ്മുടെ ആസിഫ് അലി ഈ പുരസ്കാരം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ നോക്കി ചിരിക്കുന്നുണ്ട്, ഒരു മൈൻഡും രമേശ് നാരായണൻ ചെയ്യുന്നില്ല. അദ്ദേഹം വേറെ എവിടേക്കോ നോക്കി നിൽക്കുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത് ഡയറക്ടർ ജയരാജിനെ വിളിക്കുകയാണ് അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ. അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റ് പറ്റിയത്. നമ്മൾ കുറേയൊക്കെ ഈ കലാരംഗത്തുള്ള ആൾക്കാരെ കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് പെരുമാറണം, അല്ലേ? എല്ലാവരും ഒരേപോലെ കാണാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും ഇപ്പം ഞാൻ പറയാം, ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരുപാട് പ്രശസ്തനാണ് തെന്നിന്ത്യയിൽ. അത്രയും പ്രശസ്തി രമേശ് നാരായണൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലല്ലോ. പക്ഷെ നമ്മൾ അദ്ദേഹത്തിനെ അവഗണിക്കുന്നൊന്നുമില്ലല്ലോ. ആസിഫ് അലി എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു നടനാണ്. പക്ഷേ രമേശ് നാരായണൻ എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രം കുറച്ച് സോങ്സ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി മറ്റുള്ള ഭാഷകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എൻ്റെ അറിവിലില്ല. പിന്നെ അദ്ദേഹം ഹിന്ദുസ്ഥാനി ചെയ്യുന്നതുകൊണ്ട് ആരാധകരൊക്കെ നോർത്ത് ഇന്ത്യയിലുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കുറേ പൊക്കി പറയുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആസിഫ് അലി അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മൂവീസൊക്കെ വേറെ ലാംഗ്വേജിലേക്കൊക്കെ റീമേക്ക് ചെയ്യപ്പെടുകയും ഒരുപാട് നടന്മാർക്കും അതുപോലെ സംവിധായകർക്കും ഇഷ്ടപ്പെട്ട, മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു നടനാണ്. ആ ഒരു നടനെ അവഗണിക്കാനും മാത്രം രമേശ് നാരായണൻ ആര് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു കേട്ടോ. ആസിഫ് അലിയേക്കാളും താഴെയുള്ള ഒരു നടനാണെന്ന് ചോദിക്കുക, അധികം പ്രശസ്തനല്ലാത്തൊരു വ്യക്തി. ഇനി പോട്ടെ, സാധാരണ ഒരു വ്യക്തി തന്നെ നമുക്ക് സന്തോഷമായിട്ട് ഒരു പുരസ്കാരം തരുമ്പോൾ നമ്മളത് സ്വീകരിക്കുക. അവരുടെ മുമ്പിൽ താൻ ആരോടോ എനിക്ക് പുരസ്കാരം തരാൻ മാത്രം വലിയ ആളായോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അത് അഹങ്കാരമാണ്. ഈ അഹങ്കാരം കൊണ്ട് നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. ഇപ്പം രമേശ് നാരായണൻ എത്ര ന്യായീകരിച്ചാലും ആ വീഡിയോയിൽ കാണുന്നത് നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം അദ്ദേഹം ചെയ്ത തെറ്റ് തന്നെയാണ്. അതിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു, ചിരിച്ചുകൊണ്ട് ഒരു ഹസ്തദാനം കൊടുത്ത് ആസിഫ് അലിയിൽ നിന്നും ആ പുരസ്കാരം വാങ്ങാം. അതിനുശേഷം അദ്ദേഹം ഒരു റിക്വസ്റ്റ് ചെയ്യുക ജയരാജിനോട്, എനിക്ക് താങ്കളിൽ നിന്നും ഈ ഒരു അവാർഡ് സ്വീകരിക്കാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്, ഈ പുരസ്കാരം സ്വീകരിക്കാനൊരു ആഗ്രഹമുണ്ട്, എനിക്കൊന്ന് തരണം. എന്നിട്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പോയി നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മലയാളികൾ അംഗീകരിക്കും. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണല്ലോ. ഇനിയിപ്പോൾ ഞാൻ പോട്ടെ, ആസിഫ് അലി പോട്ടെ, മമ്മൂട്ടി മോഹൻലാൽ ഇത് കൊടുത്താൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യും, ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. കാരണം മോഹൻലാൽ മമ്മൂട്ടിയൊക്കെയാണ്.
അവർക്ക് കുറേ ദേശീയ അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ജയരാജും രഞ്ജിത്തും ഒക്കെ, ശ്യാമപ്രസാദ് എല്ലാവരും ദേശീയ അവാർഡൊക്കെ മേടിച്ചിട്ടാണ്. ആസിഫ് അലി എന്ന് പറയുന്ന നടന് ഇപ്പോൾ ദേശീയ അവാർഡ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. മലയാളത്തിൽ പോലും അവാർഡുകൾ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. നല്ല അവാർഡുകളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ഒരാളെ കാണുന്നത് തെറ്റായി പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയത്, നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഇപ്പോൾ രമേശ് നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല, ആര് തന്നെ ആയാലും എത്ര സക്സസ്ഫുൾ ആയാലും അഹങ്കരിക്കാൻ പാടില്ല. ഇപ്പോൾ സക്സസ് അല്ലാതെ നിൽക്കുന്ന ചില വ്യക്തികൾ ചിലപ്പോൾ പെട്ടെന്ന് സക്സസ് ആയി ഇവരെക്കാളും മുന്നോട്ട് പോകാം അല്ലേ. ഇപ്പോൾ ഞാൻ പറയട്ടെ, തമിഴ്നാട്ടിൽ ഇളയരാജ അടയ്ക്കുവാണായിരുന്നു അല്ലേ, എല്ലാ ചിത്രങ്ങളും ഇളയരാജ എന്നുള്ളത്. ഒരു സുപ്രഭാതത്തിൽ ഒരു ചെറിയ പയ്യൻ വന്നു, AR റഹ്മാൻ എന്ന് പറഞ്ഞ ചെറിയൊരു പയ്യൻ വന്നു, കുറേ മ്യൂസിക് ചെയ്തു, അദ്ദേഹം പ്രശസ്തനായി. അപ്പോൾ ഇളയരാജയാണ് ഇതുവരെയ്ക്ക് കണ്ട ഏറ്റവും വലിയ സംഗീത സംവിധാനം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിനെ കവർ ചെയ്ത ഒരാൾ വന്നു. അപ്പോൾ എന്നാലും ഇളയരാജയ്ക്ക് ചെറുതായിട്ട് മനസ്സിലൊരിതുണ്ട്. AR റഹ്മാൻ അങ്ങനെ ഒരു യാതൊരു ഇതുമില്ല. അങ്ങനെയാണ് നമുക്ക് ചില വ്യക്തികൾക്ക് അഹങ്കാരം എന്ന് പറയുന്നത് ഒരു കിരീടമായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ കിരീടമായി കൊണ്ടു നടക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ ഇദ്ദേഹത്തിനെ ഒരുപാട് ആരാധിച്ചിരുന്ന ആളുകളിൽ നിന്ന് തന്നെ തിരിച്ച് കുറ്റപ്പെടുത്തലുകൾ വരും. അതാണ് ഇതിൻ്റെ ഈ അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദോഷഫലം. അഹങ്കരിക്കരുത്. രമേശ് നാരായണൻ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.